വിഷം കഴിച്ച കോട്ടയം മെഡിക്കൽ കോളേജിൽ കഴിയുന്ന കഠിനംകുളം കൊലപാതക കേസിലെ പ്രതി ജോൺസൺ ഔസേപ്പിന്റെ ആരോഗ്യനില മെച്ചപ്പെട്ടു. നിലവിൽ ജോൺസൺ മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ട് എന്നാണ് വിവരം. പ്രതിയുമായി വൈകാതെ തെളിവെടുപ്പ് നടത്താനാകുമെന്നാണ് പോലീസ് പ്രതീക്ഷിക്കുന്നത്. ജി ശ്രീജിത്താണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. ശ്രീജിത്ത്, മരുന്നുകളോട് പ്രതികരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ആശുപത്രിവാസം ഇനിയും തുടരേണ്ടി വരുമോ? പ്രതിയെ പോലീസിന് ഈ തെളിവെടുപ്പിനായൊക്കെ ഉടൻ എത്തിക്കാൻ സാധിക്കുന്ന പശ്ചാത്തലമുണ്ടോ? അഭിലാഷ, ഡിസ്ചാർജ് വൈകുമെന്നാണ് നമുക്ക് ഇന്ന് രാവിലെ അറിയാൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും ഡോക്ടർമാർ ഇന്നത്തെ പരിശോധന നടത്തി വരുന്നതേ ഉള്ളൂ. അത് സംബന്ധിച്ചൊരു അന്തിമമായ വ്യക്തത ഇനിയും മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും ഇയാളുടെ ആരോഗ്യനില പരിപൂർണമായും തൃപ്തി വരാതെ, ഭേദപ്പെടാതെ ഡോക്ടർമാർ ഡിസ്ചാർജ് നൽകില്ല. കാരണം കസ്റ്റഡിയിലുള്ള ഒരു പ്രതിയാണ്. പിന്നീട് പോലീസ് കസ്റ്റഡിയിലേക്ക് പോയി കഴിഞ്ഞാലും കൂടുതൽ ചോദ്യം ചെയ്യലൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഈ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായാൽ അത് കൂടുതൽ പ്രശ്നങ്ങൾക്ക് വഴിവെക്കും. അതുകൊണ്ട് തന്നെ ഇയാളുടെ ആരോഗ്യനില തൃപ്തികരമാകുക, അതിനുവേണ്ടി കാത്തിരിക്കുന്നു എന്നുള്ളതാണ്. അതിനുശേഷം മാത്രമായിരിക്കും കൂടുതൽ ചോദ്യം ചെയ്യൽ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് നടക്കുക. എന്തായാലും ഇന്ന് രാവിലെയും പരിശോധന നടത്തി വരുന്നതേ ഉള്ളൂ. അത് സംബന്ധിച്ചുള്ള വ്യക്തത വൈകാതെ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. രാവിലെ ലഭിച്ച വിവരമനുസരിച്ച് ഇന്ന് ഡിസ്ചാർജ് ആകാനുള്ള സാധ്യതയില്ല എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. അതായത് മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ട് എങ്കിൽ പോലും ഉടനെ ഡിസ്ചാർജ് ഉണ്ടാകില്ല എന്ന വിവരമാണ് പുറത്തുവരുന്നത്. അങ്ങനെയെങ്കിൽ തെളിവെടുപ്പടക്കം അല്പം വൈകും എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ.